നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഈ പീസുകളെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഈ ചിന്ന ചിന്ന പീസുകളുണ്ടല്ലോ, കഴുത്തിന് വെട്ടി വെച്ചത്, ബാക്ക് പീസ്, ഫ്രണ്ട്, ഇതെല്ലാം ജോയിൻറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ജോയിൻറ്റ് ചെയ്യണം, ഇല്ലാന്നുള്ളത് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കഴുത്ത് പീസ്, ക്രോസ് പീസ്, കാരണം ഈ പീസുകളൊക്കെ മിസ്സാവാണ്ടിരിക്കാനാണ് നമ്മളിത് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ആദ്യം ക്രോസ് പീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇത് രണ്ടും ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഇതിനെ നമ്മൾ ഈ എൻഡ് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ജോയിൻറ്റ് ചെയ്യണം. ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ജോയിൻറ്റ് ചെയ്യണം. രണ്ടും കൂടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യരുത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ വെച്ചിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാൻ. ഇങ്ങനെ അടിച്ചു. അടുത്തതിൻ്റെ ഇതുണ്ടല്ലോ, ഇവിടെ നമ്മൾ അടിച്ചു. അടുത്ത ഇതിൻ്റെ എൻഡിനെ എടുത്തത് കണ്ടോ, ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ എടുത്ത് ഇത് അടുത്ത എൻ്റെ അടുത്ത് ഇവിടെ വെച്ചിട്ട് അടുത്ത പീസ് എടുത്ത് ഇതിൽ ജോയിൻ ചെയ്യണം. കണ്ടോ, അതുപോലെ ഇതെടുത്ത് ഇങ്ങനെ വെച്ചു. ഇതും ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് അടുത്ത പീസ് അങ്ങനെ നമ്മൾ വെട്ടി വെച്ച എല്ലാ പീസും ഇതുപോലെ ജോയിൻ ചെയ്ത് വയ്ക്കണം. ഇതാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്ക് ആദ്യപടി ചെയ്യാനുള്ളത്. കൂടിയാലും കുഴപ്പമില്ല, കുറയാതെ വന്നാൽ മതി. ലാസ്റ്റ് പീസ് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതിനടുത്ത് കണ്ടോ, ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യണം. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു സൈഡ് ഉണ്ടല്ലോ, ഒരു സൈഡ് ഇങ്ങനെ മടക്കി ഒരു തയ്ക്കണം. ഇങ്ങനെ അടുത്തത് ബാക്ക് പീസാണ്. ഈ പീസ് ഇതിന് രണ്ട് പീസായിട്ടിരിക്കില്ലേ, ഇതിനെ നമ്മൾ ജോയിൻറ്റ് ചെയ്താൽ വയ്ക്കുക. ഇത് ഹുക്ക് വഴി വയ്ക്കാനുള്ളത്. ഇത് നമ്മൾ വെട്ടിയപ്പോഴത്തേക്ക് രണ്ട് പീസായി പോയില്ലേ, അതുകൊണ്ട് ഇതിനെ അങ്ങ് നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ഇതും അങ്ങ് ജോയിൻറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യപടി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമുക്ക് 3 പീസ് വേണം ഒരു സൈഡ് തയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പീസ് വെച്ചു. ഇത് ലൈനിങ് പീസാണ് നമ്മൾ ആദ്യം വയ്ക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നല്ല പീസ് അതിൻ്റെ മുകളിൽ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പീസ് അത് മുകളിൽ വയ്ക്കണം. ആണോ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇതിനിങ്ങനെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത ഭാഗം അകത്തോട്ട് പോകത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മേളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കും. ഇത് ഒരു പാർട്ട്. നമ്മൾ ഇത് ശ്രദ്ധിക്കുക, നമ്മൾ ഈ പാർട്ട് തന്നെ വീതിയുള്ള ഭാഗം നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എക്സ്ട്രാ വന്നിട്ട് അതങ്ങനെ വെച്ചാൽ നമ്മൾ തയ്ച്ചത്. ഇനി അടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് വയ്ക്കുക. അതായത് ഈ വീതിയുള്ള ഭാഗം ഞാനിവിടെ വെച്ചു. അതിൻ്റെ മീത് നല്ല തുണി അതുപോലെ ഇവിടെ ലെവൽ ചെയ്ത രീതിയിൽ നമ്മൾ ആദ്യം ഈ സൈഡ് ലെവൽ ചെയ്ത രീതിയിൽ വെച്ചു. ഇനി രണ്ടാമത് നമ്മൾ ഇവിടെ ലെവൽ ചെയ്ത രീതിയിലാണ് വെക്കുന്നത്. ഇങ്ങനെ എന്നിട്ട് ഇതും അതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത ഭാഗം അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ചില തുണികളിലൊന്നും അകത്ത് വയ്ക്കാൻ പീസ് കിട്ടത്തില്ല. വേറെ ഒരുവിധം മേക്കാണെന്ന് വെച്ചാൽ അത്രയും നല്ലത്. കണ്ടോ, ഇതുപോലെ രണ്ട് സൈഡ് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ആകവശം ഉണ്ടല്ലോ, ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തില്ലേ, ഇതിൻ്റെ ആകവശം ഈ ആകവശവും ഒന്നുപോലെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ലെവൽ ചെയ്യണം. ഈ ഒരു ഭാഗം ഇങ്ങനെ ലെവൽ ചെയ്തു. എന്നിട്ട് നമ്മുടെ കട്ടയ്ക്ക് നമ്മൾ അളവ് എത്രയാണ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ബ്ലൗസ് കട്ട് ചെയ്ത സമയത്ത് 5 ഇഞ്ച്. കണ്ടോ, 5 ഇഞ്ച്. ആ 5 ഇഞ്ചാണ് നമ്മളിവിടെ എടുക്കാനുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ തുണിയിൽ നമുക്ക് 5 ഇഞ്ച് കിട്ടുമെന്ന്. 4.5 ഉള്ളൂ. 5 ഇഞ്ചില്ല, 4.5 ഉള്ളൂ. അപ്പോൾ 5 ഇഞ്ച് കിട്ടുവാണെങ്കിൽ 5 ഇഞ്ച് കൊടുക്കണം. ഇപ്പോൾ 4.5 ഉള്ളൂ, തുണി വീതി കുറവാണ്. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. തയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമുക്ക് ഈ പട്ടയുടെ എല്ലാവർക്കും ഈ ഇതെടുത്തല്ലോ, വീതി എടുത്തല്ലോ. ഇനി നമുക്ക് ഈ നീളം എത്ര വേണം എന്ന് നമുക്ക് തോന്നും.
തോന്നത്തില്ല, അങ്ങനൊരു സംശയം നിങ്ങൾക്കൊക്കെ തോന്നത്തില്ല എങ്ങനെയാണ് എത്രയാണ് വീതി വേണ്ടത്. അപ്പോൾ ഈ പട്ടയുടെ വീതി ഇങ്ങനെ എടുക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് എത്ര ഇഞ്ച് വേണമെന്ന് വെച്ചാൽ നമ്മൾ 11 ഇഞ്ച് നമ്മൾ ബ്രസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ അതേ 15 ഇഞ്ച് നമ്മൾ സ്ലീവിൻ്റെ വീതിക്ക് മാർക്ക് ചെയ്തല്ലോ, അതുപോലെ ഈ പട്ടയുടെ വീതിയും നമുക്ക് 11 ഇഞ്ച് തന്നെ എടുക്കാം. 11 ഇഞ്ച് കണ്ടോ, 15 ഇഞ്ച് ഇവിടെ എനിക്ക് ഇല്ല, 4 ഇഞ്ചേ ഉള്ളൂ. ഓക്കെ, സാരമില്ല, നമുക്ക് വീതിക്ക് തുണി വേണം. ഇത് ഞാൻ നീളം കൂടുതലാവുകൊണ്ടാണ് ഇത്രയും പട്ട വന്നത്. അത് ഇനി ഇവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ചൊക്കെ തയ്യൽ പോകത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് നമ്മളിവിടെ എത്രയാണോ വേണ്ടത് അതിലോട്ടൊന്ന് മാറ്റിക്കുക. കാണുന്നുണ്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം പോലെ ഒന്ന് ചരിച്ചിങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അങ്ങ് വെട്ടാം. ഞങ്ങൾ വെട്ടാം. കണ്ടോ, ഇങ്ങനെയാണ് പട്ട വെട്ടുന്നത്. പട്ട വെക്കുന്നത് ഇങ്ങനെ, മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇതിനെ അങ്ങ് മാറ്റി വയ്ക്കുക.